നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തെ ഞെട്ടിച്ച യുവനടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന കേസ് ഇന്ന് വിചാരണ കോടതി വീണ്ടും പരിഗണിക്കും. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും അന്തിമവാദങ്ങൾ പൂർത്തിയായ സാഹചര്യത്തിൽ ചില നിർണായക കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തുന്നതിനായാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത്. കേസിലെ വിധി എന്നുണ്ടാവുമെന്ന് കോടതി ഇന്ന് അറിയിക്കുമെന്നാണ് സൂചന. 2017 ഫെബ്രുവരി 17 ഓടുന്ന വാഹനത്തിൽ വെച്ച് യുവനടി ക്രൂരമായി ആക്രമണത്തിന് ഇരയായത്. കേസിന്റെ തുടക്കത്തിൽ 12 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാളെ മാപ്പുസാക്ഷിയാക്കുകയും 2 പേരെ ഒഴിവാക്കുകയും ചെയ്തതോടെ നിലവിൽ 9 പ്രതികളാണ് വിചാരണ നേരിടുന്നത്. സംഭവത്തിലെ മുഖ്യപ്രതി പൾസർ സുനി എന്ന സുനിൽകുമാറാണ് ഒന്നാം പ്രതി. പ്രശസ്ത സിനിമാ താരമായ ദിലീപ് എന്ന ഗോപാലകൃഷ്ണനെ ചില നിർണായക മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസിൽ 8ാം പ്രതിയാക്കി. യുവനടിയെ ബലാത്സംഗം ചെയ്യുന്നതിനായി കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്നാണ് പോലീസ് വാദം. എന്നാൽ തനിക്കെതിരെ കള്ളക്കേസാണ് ചുമത്തിയതെന്നും ഇതിനെക്കുറിച്ച് CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും അനുകൂലമായ വിധി ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾ നീണ്ട വിചാരണ നടപടികൾക്കൊടുവിൽ കേസിന്റെ വിധി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷനും ഇരയും. ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിർണായക പ്രഖ്യാപനത്തിനായി കേരളം കാത്തിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സ്.